അപ്പോൾ ഗൈസ് പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ഷാർക്കോളാട്ടാ. ഇതിൽ നേഴ്സ് ഷാർക്കും ഉണ്ട്, ഒരു ബുൾ ഷാർക്കും ഉണ്ടെന്ന് പറയണേ. പിന്നീട് നമ്മൾ കണ്ടത് അതൊരു പീകോക്ക് ബാസ് പോലത്തെ ഒരു ഫിഷിനാട്ടാ. അടുത്ത നമ്മൾ കണ്ടത് സിൽവർ മൂൺ എന്ന് പറഞ്ഞൊരു ഫിഷിനാണ്. പിന്നീട് നമ്മൾ കണ്ടത് അൽബീനോ ടിൻ ഫോയിൽ ബാർബർ എന്നൊരു ഫിഷിനാണ്. അടുത്ത നമ്മൾ കണ്ടത് എന്തൊരു പിരാന പോലത്തെ ഒരു ഫിഷിനാട്ടാ. കണ്ടിട്ട് നെട്ടറൊക്കെമാരുണ്ട്, എന്താണെന്നറിയില്ല. പിന്നീട് നമ്മുടെ ഏഞ്ചൽ ഫിഷ്. പിന്നീട് നമ്മൾ കണ്ടത് വലിയൊരു ടാങ്ക്, അതിൻ്റെ നടുക്കിലായിട്ട് ഈ കൊക്കിൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട് കേട്ടോ. അതിലേതോ സെനൈഗൽ വെറൈറ്റീസ് ഉള്ള. പിന്നെ അടുത്ത ടാങ്കിൽ നമ്മൾ കണ്ടത് വലിയൊരു അബാബേനെയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് വലിയൊരു ടാങ്ക് ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ആനാക്കൊണ്ടേരൊക്കെ സ്റ്റാച്ചു ഉണ്ട്. പിന്നെ അതിൻ്റെ അടിയിലൊരു തവളയുടെ സ്റ്റാച്ചു ഉണ്ട്. ഇതിൽ കിടക്കേണ്ട അറ്റ്ലാന്റിക് ടാർപ്പാണ് കേട്ടോ. പിന്നെ ഈ കണ്ണ് വലിയ കൊളുത്തി എടുക്കേണ്ട തിരണ്ടികളാട്ടാ, സ്റ്റിങ്ങറെ. അതും ബ്ലാക്ക് കളർ, നല്ല രസമായിട്ടാണ് കാണാൻ. പിന്നെ ഈ കാണുന്ന വലിയ ടാങ്കിൽ എടുക്കേണ്ട ഇറിഡസെൻ്റ് ഷാർക്കോട്ടാ. പിന്നീട് നമ്മൾ കണ്ടത് ഈ കാണുന്ന ടാങ്കാട്ടാ. ഇതിൽ കിടക്കേണ്ട പിരാന എന്നാണ് അവർ പറയണത്, എനിക്കറിയില്ല എന്താണ്. ആ ടാങ്കിൻ്റെ അകത്തൊരു ടീറക്സ് നിൽക്കുന്നുണ്ട്. പിന്നീട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടാങ്കാട്ടത്, നല്ല രസമായിരുന്നു കാണാൻ. സിൽവർ അരോണാട്ടോ ഇതിൻ്റെ അകത്തുള്ള. പിന്നെ നമ്മൾ കണ്ടത് മറ്റേ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിൻ്റെ ഒരു ടാങ്കാട്ടാ. കുറേ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് ഉണ്ട്. അതിനടുക്കിലായിട്ടൊരു റെഡ് ടെയിൽ ഷെവൽ നോസ് ക്യാറ്റ് ഫിഷ് ഇല്ലേ, അതും ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ഓസ്കാറിൻ്റെ ടാഗാട്ടോ, ടൈഗർ ഓസ്കാറും ആൽബിനോ ഓസ്കാറൊക്കെ ഉണ്ട്. ഇനി നമ്മൾ കിടക്കാൻ പോകുന്നുണ്ട് ഒരു അടിപൊളി ടാങ്കിൽ. എന്താണല്ലേ, ഒരു വാട്ടർ ടണലാട്ടാ. അത് നമ്മൾ കിടക്കാട്ടാ. ഇതിൽ ഫുൾ മോൺസ്റ്റർ ഫിഷാട്ടാ. നമ്മുടെ അരാപ്പയുമുണ്ട്, അലിയേറ്റർ ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാവിധ മോൺസ്റ്റർ ഫിഷസും ഈ ടണലിനകത്തുണ്ട്. പിന്നെന്താ നട്ടറുണ്ട്. അരാപ്പയുമൊക്കെ ഭീകര സൈസാട്ടാ. പച്ച നിറവും അടിയിൽ വെള്ള കളറൊക്കെ കാണാം, നല്ല രസമായിട്ടാ കാണാൻ. അലിയേറ്ററുകാരെന്നെ പറയണ്ട, അടിപൊളി സൈസാണ്. കൂടുതലുള്ള നട്ടറാട്ടാ. പിന്നെ അതിൽ പറ്റി പിടിക്കുന്ന ആൽഗൊക്കെ ക്ലീൻ ആക്കാൻ അതിൻ്റെ അകത്തൊരാളുണ്ട് കേട്ടോ. അതൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണം. നാളത്തെ ടാങ്കിൽ നമ്മൾ കണ്ടത് മറ്റേ ബ്ലാക്ക് റെയിൻബോ ഷാർക്ക് ആട്ടോ, അതിൻ്റെ വൈറ്റും ഉണ്ട് അവിടെ. പിന്നെ അടുത്ത ടാങ്കിൽ നമ്മൾ കണ്ടത് സിൽവർ ഡോളറിൻ്റെ ഒരു ഫിഷിനെയാണ്. പിന്നെ നമ്മൾ കണ്ടത് നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷ് ആട്ടാ. പിന്നെ ഈ കാണുന്ന ടാങ്കിൽ എടുക്കേണ്ടത് അതൊരു ബാർബ് ഫിഷ് ആട്ടാ. അപ്പോൾ ഗൈസ് നമ്മൾ അകത്തുനിന്നുള്ള കാഴ്ചകൾ ഇതിന് കഴിഞ്ഞു. നമുക്ക് പുറത്തുനിന്നും കുറേ കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. നമ്മളിതാ പുറത്തേക്ക് കടക്കുമ്പോൾ തന്നെ എന്തൊരു വലിയൊരു തിമിംഗലത്തിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. പുറത്തത്തെ കാഴ്ചകൾ ഇവിടെ നിന്നാട്ടോ തുടങ്ങണ. എന്തൊരു കൂട്ടം കോഴിക്കാർപ്പോടെ ഒരു ടാങ്കാട്ടത്. അത് അതിനെ ഫീഡ് ചെയ്യലാട്ടോ അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് ഈ കോഴിക്കാർപ്പുകൾ കാണുമ്പോൾ. പിന്നെ അടുത്ത സൈഡിലൊക്കെ ആയിട്ട് ഈ ആമ കുതിരയിലൊക്കെ സ്റ്റാച്ചു ഉണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ വലിയ ടാങ്കിൽ നിന്ന് മീനിനെ പിടിക്കാനുണ്ടാ. ഇതിൽ കിടക്കേണ്ട ഏത് വെറൈറ്റിയാണെന്ന് വെച്ചാൽ ഗോൾഡ് ഫിഷ് ഉണ്ട്, പിന്നെ കുഞ്ഞു കുഞ്ഞു കാർപ്പിൻ്റെ വെറൈറ്റി ഉണ്ട്. ഇത് വെറൈറ്റി ആട്ടോ. അപ്പോൾ ഇവരൊക്കെ നമുക്ക് പിടിച്ചെടുക്കണം. പിന്നെ ഈ പിടിച്ച വെറൈറ്റി നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയില്ല കേട്ടോ. പിന്നെ കഴിച്ച് നമ്മുടെ ഫിഷൊക്കെ കഴിഞ്ഞിട്ട് ഇനി ബേർഡ്സ് പാർക്കും അരാപ്പമിൻ്റെ ഫീഡിങ് കാണണം. പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ അടുത്തായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ടൈം അറിയുമ്പോൾ തന്നെ. അപ്പോൾ അവിടെ പോയി ഇനി ഉച്ചയായിട്ട്, അപ്പോൾ നമുക്ക് ഇനി അവിടെ ഒന്ന് ഊണ് കഴിക്കണം. ഇനി നമ്മളപ്പോൾ നമ്മുടെ ബേർഡ്സ് പാർക്കിൽ കയറാം കേട്ടോ. അപ്പോൾ കയറുമ്പോൾ നമ്മൾ കണ്ട് ഈമൂനാട്ട് ഈമൂ. അപ്പോൾ ഈമൂസ് അവിടെ ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു താറാവിൻ്റെ ഒക്കെ കുളം ഉണ്ട് കേട്ടോ. താറാവ് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ബേർഡ്സ് പാർക്കിൽ നമ്മൾ കടക്കാൻ പോവാട്ടാ. അതിനകത്ത് നിറച്ചും ബേർഡ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടന്നു. അടച്ചിട്ടിരിക്കാട്ടോ ബേർഡ്സ് പുറത്തേക്ക് കൊണ്ടുവയ്ക്കാൻ. അപ്പോൾ ഏതാ ബേർഡ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ലവ് ബേർഡ് ആട്ടാ. അടുത്തത് നമുക്ക് പാമ്പിനെ എടുക്കാൻ കഴിയും കേട്ടോ. അവിടെ ബോൾ പൈത്തണാണ്. ഇനി നമുക്ക് എന്താ കഴുത്തുമ്പോൾ നമുക്ക് എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ കഴിയും. ഇതാണ്.
പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഇഗ്വാനുണ്ട് കേട്ടോ. പക്ഷെ അതിന് നമുക്ക് എടുക്കാൻ കഴിയില്ല, കാരണം അത് ഇച്ചിരി അഗ്രസീവാണ്. നമ്മളത് കഴുത്തുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തൊട്ടൊക്കെ കേട്ടോ. ഇനിയാണ് ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതാ, നമ്മുടെ അരാപ്പയ്മ. അതോ കുറേ ഉണ്ട്, അതോ ഭീകര സൈസ്. നമ്മുടെ അലിഗേറ്ററുണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അലിഗേറ്ററുണ്ട്, അരാപ്പയ്മയുണ്ട്. വേറെ വിശ്വാസമൊന്നും ഇല്ല കേട്ടോ ഈ ടാങ്കിൽ. അരാപ്പയ്മ കുറേ ഉണ്ട്, കുറേ എന്ന് പറഞ്ഞാൽ കുറേ. അത് ഭീകര സൈസ് കണ്ട, പച്ച നിറവും ചോപ്പ വാലും. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഫീഡ് ചെയ്യുന്നുണ്ട്, മീനാട്ടാ. അപ്പോൾ നമ്മളിട്ടു. ജാതി സ്ട്രൈക്കല്ലേ, 4 കഷ്ണം ഉണ്ട് കേട്ടാ. ഒരെണ്ണം കഷ്ണം ഫീഡ് ചെയ്തു, നമ്മൾ വീണ്ടും ഇട്ടു, വീണ്ടും സ്ട്രൈക്ക് ചെയ്തു. അലിഗേറ്ററുകാരൻ നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ. അലിഗേറ്ററിനൊക്കെ അരാപ്പയ്മയായിട്ടാണ് കഴിക്കണേ. എൻ്റെ ഡ്രീം ഫിഷ് ആട്ടോ അരാപ്പയ്മ. നമ്മൾ വീണ്ടും ഇട്ടു. ഇത്രയൊക്കെ ഉള്ളോട്ട് നമ്മുടെ മറീൻ വേൾഡ്. അപ്പോൾ അതാ ഇനി നമുക്ക് പുറത്തേക്ക് കിടക്കുക, ഇത്ര തന്നെ ഉള്ളൂ. എന്തൊക്കെയല്ല എല്ലാവരും വരാൻ ശ്രമിക്കുക. ഭയങ്കര വേർത്ത് തന്നെയാണ് കേട്ടോ, നല്ല രസമാണ് കാണാൻ. ഞങ്ങളിപ്പോൾ കാലത്ത് വരാമെന്ന് വെച്ചാൽ വൈകുന്നേരത്തേക്കുള്ള എല്ലാ കാഴ്ചകളും ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കത് ഒരിക്കലും നഷ്ടമായിട്ട് തോന്നില്ല, അത്രയ്ക്കും രസം. പിന്നെ അതാ നമ്മൾ പുറത്തേക്ക് കടന്നാൽ പിന്നെ കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ബീച്ചിലേക്ക് എത്തും കേട്ടോ. അതാ ബീച്ചും കുഴപ്പമൊന്നുമില്ല. ഇത്രയുള്ള നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.